Opening Hours with MyFin. എല്ലാ പ്രേക്ഷകർക്കും ഓപ്പണിംഗ് അവേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആൻഡ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് വെഡ്നസ്ഡേ ഫോർ മാർക്കറ്റ്. ഗുഡ് മോർണിംഗ് സൂര്യ സാർ. ഹാപ്പി മോർണിംഗ് തോമസ്. സൂര്യ സാർ, ഇപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 0.7% ഒരു ഇടിവാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ 0.7% ഒരു ഇടിവ് നിഫ്റ്റി ബാങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ മോർണിംഗ് 2 കൊമേഴ്ഷ്യൽ വെസൽസ് ഇറാൻ അറ്റാക്ക് ചെയ്തതിന് ശേഷം ഇന്നലെ നൈറ്റ് US 80 ടാർഗറ്റുകളാണ് പ്രിസിഷൻ മ്യൂണിഷൻസ് യൂസ് ചെയ്തിട്ട് ഇറാൻ്റെ അകത്ത് തന്നെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 60 IRGC സ്പീഡ് ബോട്ടുകൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൽ ടാർഗറ്റ് ചെയ്തു എന്നും സെൻകോമിൻ്റെ ഭാഗത്തു നിന്ന് US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ്, കമാൻഡ് കൺട്രോൾ നെറ്റ്വർക്ക്സ്, കോസ്റ്റൽ റഡാർ സൈറ്റ്സ്, ആൻറ്റി ഷിപ്പ് മിസൈൽ കേപ്പബിലിറ്റീസ് ഇതെല്ലാം തകർക്കാൻ US നേവിക്കായി എന്ന രീതിയിലൊരു വാർത്തയും റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്, ഇറാൻ ഓയിലിന് US കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സാങ്ഷൻ റിലീഫ് ഇപ്പോൾ അത് പിൻവലിച്ചിരിക്കുകയാണ്. സാങ്ഷൻസ് ഇപ്പോൾ ഓയിൽ റീഇംപോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓയിൽ പ്രൈസസിലൊക്കെ ഇപ്പോൾ കൊമോഡിറ്റി മാർക്കറ്റിൽ വളരെ വലിയ രീതിയിലൊരു ജമ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്, ഇന്നലെ ഇറാൻ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് അറ്റാക്ക് ചെയ്തിട്ട് പോലും വലിയ രീതിയിൽ റിയാക്ട് ചെയ്യാതിരുന്ന ക്രൂഡ് ഓയിൽ മാർക്കറ്റ് ഇന്നിപ്പോൾ ബ്രന്റ് ക്രൂഡ് 2.5% ഗെയിൻ ചെയ്ത് $76 പെർ ബാരൽ എന്ന ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഓൾമോസ്റ്റ് $72-73 പെർ ബാരൽ എന്ന ട്രേഡ് ചെയ്തിരുന്ന ബ്രന്റിലാണ് ഇന്ന് വലിയ രീതിയിലൊരു ജമ്പ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും വലിയ രീതിയിലൊരു ജമ്പ് ബ്രന്റ് ക്രൂഡ് ഓയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ട മറ്റൊരു 2 പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ് കൂടിയും ഗ്ലോബൽ പൊളിറ്റിക്സിൽ, ജിയോ പൊളിറ്റിക്സിൽ നടക്കുന്നുണ്ട്. ഒന്ന്, നാറ്റോ സമ്മിറ്റ് ടർക്കിയിൽ നടക്കുകയാണ്. അതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുകയാണ്. നാറ്റോ സമ്മിറ്റിൽ വലിയ രീതിയിൽ നാറ്റോ അംഗങ്ങൾ ഡിഫൻസ് സ്പെൻഡിങ് ഉയർത്തണം എന്നൊരു അജണ്ടയാണ് ഈ പ്രാവശ്യം നാറ്റോ സമ്മിറ്റിൽ വലിയ രീതിയിൽ ഉയർന്നു വരുന്ന ചർച്ചാ വിഷയമാകുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഡിഫൻസ് സ്പെൻഡിങ് നാറ്റോയിൽ ഇൻക്രീസ് ചെയ്തില്ലെങ്കിലും മറ്റ് നാറ്റോ മെമ്പർ സ്റ്റേറ്റ്സ് അത് ഇൻക്രീസ് ചെയ്യണം എന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ വളരെ നീണ്ട കാലമായുള്ള ഒരാവശ്യമാണ്. അതുകൂടാതെ തന്നെ പാരലലി നടക്കുന്ന മറ്റൊരു ഇവൻ്റാണ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സിറിയ വിസിറ്റ് ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് മുൻ സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസാദ് പോയതിനു ശേഷം മോസ്കോയിലേക്ക് എക്സൈലിൽ പോയതിനു ശേഷം ആദ്യമായിട്ടാണ് ആഫ്റ്റർ എ വെരി ലോങ് ടൈം ഒരു ഫ്രഞ്ച് പ്രസിഡന്റ് സിറിയ വിസിറ്റ് ചെയ്യുന്നത്. ഈ ഫ്രഞ്ച് പ്രസിഡന്റ് താമസിക്കുന്ന ഹോട്ടലിനെതിരെ ഒരു 4 സീസൺസിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് താമസിക്കുന്നത്. ഈ ഹോട്ടലിനടുത്ത് 2 ബോംബ് എക്സ്പ്ലോഷൻസ് സംഭവിച്ച് 18 പേർക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ഇത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇവന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഫ്രഞ്ച് അതോറിറ്റീസിന്റെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുള്ള കൺഫർമേഷൻസും ഡിക്ലൈൻസും ഇതുവരെ വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അതുകൂടാതെ തന്നെ ആ ഒരു ബോംബ് എക്സ്പ്ലോഷൻ നടക്കുന്ന സമയത്ത് ഈ 4 സീസൺസ് ഹോട്ടലിൽ നിന്ന് ഇമ്മാനുവൽ മാക്രോൺ മീറ്റിംഗ് പ്ലേസിലേക്ക് യാത്ര തിരിച്ചുവെന്നും മീറ്റിങ്ങിലായിരുന്നുവെന്ന് കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ട് വരുന്നുണ്ട്. സോ ഈ എക്സ്പ്ലോഷൻ നടക്കുന്ന ഏരിയയിലൊന്നും പേഴ്സണൽ പ്രസൻസ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. സോ ജിയോ പൊളിറ്റിക്കൽ വേവിൽ നോക്കുകയാണെങ്കിലും എക്കണോമിക്കൽ വേവിൽ നോക്കുകയാണെങ്കിലും കാര്യങ്ങളെല്ലാം ബാക്ക് ടു സ്ക്വയർ 1 എന്ന നിലയിലേക്ക് എത്തിയില്ലേ സൂര്യ സാർ? ഇപ്പോൾ ഹാപ്പി മോർണിംഗ് വ്യൂവേഴ്സ്. തോമസ്, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം പറയേണ്ട ഒരു കാര്യം തന്നെ, നമ്മളിപ്പോൾ ലാസ്റ്റ് 1.5-2 കൊല്ലമായിട്ട് നിഫ്റ്റിയുടെ പെർഫോമൻസ്, ദ മെയിൻ ലൈൻ ഇൻഡിസസ് ആയ നിഫ്റ്റി മറ്റുള്ള ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളെ അപേക്ഷിച്ച്, അതിപ്പോൾ US ശരി, സൗത്ത് കൊറിയയിലാണെങ്കിൽ ശരി, തായ്വാനെ അപേക്ഷിച്ച് വളരെ അണ്ടർ പെർഫോമറായി എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ബ്രോഡർ മാർക്കറ്റിൽ ഈ ലാർജ് ക്യാപ്പും ബ്ലൂ ചിപ്പുകളും മാറ്റിവെച്ച് പല മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്റ്റോക്സ് ഒക്കെ പലതും 200%, ചിലത് 300%, അല്ലെങ്കിൽ 30-40-50-60% തന്ന പല സ്റ്റോക്കുകളും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അതിൻ്റെ ഇടയിൽ തന്നെ ഇൻഡെക്സ് ഇതേപോലെ ക്ഷീണിതനായിട്ട് നിൽക്കുമ്പോഴും ഒരുപാട് സ്റ്റോക്കുകൾ, അതായത് ഇപ്പോൾ പെന്നി സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് കമ്പനി എന്ന് വിളിക്കാം, വാല്യുവേഷൻ ഒട്ടും അട്രാക്റ്റീവ് അല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു വാല്യൂ അഡീഷനും ഇല്ലാത്ത കമ്പനികൾ വരെ ഡബിളായ ചരിത്രമുള്ളപ്പോൾ ഇൻഡെക്സ് ക്ഷീണിതനാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് ടു റിലയൻസ് ഗ്രൂപ്പ്? എനിക്ക് അതെന്താണെന്നറിയില്ല. കാര്യം വെച്ചാൽ ഓരോ പ്രോഫിറ്റ് പോലും ഇല്ലാത്ത
ക്യാഷ് ഫ്ലോ ഇല്ലാത്ത കമ്പനികൾ 52 വീക്ക് ഹൈ അടിച്ച് മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം. ഓഫ് കോഴ്സ് നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് ലെവലിൽ വലിയ മൂവ്മെൻറ്റ് ഇല്ലെങ്കിലും ഇൻഡെക്സ് ലെവലിൽ ഒരുപാട് സ്റ്റോക്സ് അണ്ടർ പെർഫോമേഴ്സ് ആണെങ്കിലും ആ അണ്ടർ പെർഫോമൻസിന് ഒരു കാരണമുണ്ട്. അത് ഒന്ന് എന്ന് പറയുന്നത് IT സ്റ്റോക്സിൻ്റെ ഫോളിന് അതിൻ്റേതായ ഒരു കാരണം നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. എന്നാൽ ബാങ്കിങ് സ്റ്റോക്കുകളുടെ കാര്യത്തിൽ നമുക്കൊരു റീസൺ വലിയ രീതിയിൽ പറയാൻ പറ്റുന്നില്ല. കാര്യം ബാങ്കിങ് നോക്കുകയാണെങ്കിൽ ഡെപ്പോസിറ്റ്സ് ഉയരുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അഡ്വാൻസസ് ലോൺസ് ഉയരുന്നുണ്ട്. ബുക്ക് വാല്യൂവിൽ എത്ര ടൈംസ് ബുക്ക് വാല്യൂവിലാണ് ട്രേഡ് ചെയ്യണത്? ഏതാണ്ട് 1.9 to 2 ടൈംസ് ബുക്ക് വാല്യൂവിലാണ് പല ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളും ഒക്കെ ട്രേഡ് ചെയ്യണം. എന്നിട്ടും ബാങ്കിങ് സ്റ്റോക്കുകൾ എന്തുകൊണ്ട് താഴേക്ക് പോകണു എന്ന് ചോദിച്ചാൽ അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിലനിൽക്കെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു വെച്ചാൽ റിലയൻസ് ഇത്രയും ഹാപ്പി ന്യൂസ് കൊണ്ടുവന്നു. അതായത് റിലയൻസ് ജിയോൻ്റെ IPO പറഞ്ഞു. അതുമാത്രമല്ല ക്രൂഡ് റിഫൈനിങ് ചെയ്യുന്നതിൽ നല്ല രീതിയിലുള്ള വിൻഫോൾ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ലിമിറ്റഡ് ബൈ വിൻഫോൾ ടാക്സ് ദാറ്റ് ദ ഗവൺമെൻറ് ഹാസ് മെയ്ഡ്. ബട്ട് ഈവൻ ദെൻ എന്നാണോ വിൻഫോൾ ടാക്സ് എടുത്ത് കളയുന്നത് അന്ന് നല്ല രീതിയിലുള്ള ഒരു EPS എക്സ്പാൻഷൻ റിലയൻസിൻ്റെ ഓയിൽ ടു കെമിക്കൽ ബിസിനസ് ഡിവിഷനിൽ വരണം. എന്നിട്ട് പോലും ഞാൻ ഇന്ന് രാവിലെ റിലയൻസ് നോക്കിയപ്പോൾ റിലയൻസിൻ്റെ മാർക്കറ്റ് പ്രൈസ് 1278 രൂപ പെർ ഷെയറാണ്. അതിൻ്റെ 52 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ 1253 ആണ്. 1253യുടെ തൊട്ടടുത്ത് 128078 ട്രേഡ് ചെയ്യണമെന്നുള്ളത് എന്നെ ആശ്ചര്യപ്പെടുത്തും എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് റിലയൻസിൻ്റെ ഗ്രൂപ്പ് കമ്പനിയായ റിലയൻസ് ജിയോ, അതിൻ്റെ 52 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ 223 രൂപയാണ്. അത് ട്രേഡ് ചെയ്യണതും ഏതാണ്ട് 52 വീക്ക് ലോൻ്റെ അടുത്ത് 237 രൂപയ്ക്കാണ്. അതായത് സൈലൻ്റ്ലി ഇപ്പം നമ്മൾ ഇൻഫോസിസ്, വിപ്രോ, HCL, TCS ഒക്കെ താഴെ വരുന്നതിന് ഒരു സെക്ടറിൻ്റേതായ കാരണങ്ങളുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലാവാത്തത് എന്താണ് റിലയൻസ് ഗ്രൂപ്പിൽ ഇത്രത്തോളം റേറ്റിംഗ് താഴേക്ക് വരുന്നത്. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. കാര്യം ഞാനിത് ഒരിക്കലും ടേക്ക് മീ വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. എനിക്കൊരു സ്റ്റോക്ക് താഴെ വരുമ്പോൾ എന്ത് കാരണത്തിലാണ് ആ സ്റ്റോക്ക് താഴെ വന്നത് എന്ന് എനിക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു റീസണോ റാഷണലോ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വെറീഡ് ആവും എന്നുള്ളത് എൻ്റെ സ്വഭാവത്തിലുള്ളതാണ് എന്നുള്ള. ഇവിടെ എനിക്ക് പറയാൻ പറ്റണില്ല. റിലയൻസ് ജിയോ അല്ലെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഇത്രയും വലിയ കൺഗ്ലോമറേറ്റ്, അതിനകത്ത് എന്തൊക്കെ ബിസിനസ് ഉണ്ട്? ഫിനാൻഷ്യൽസ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ റീറ്റെയിൽ ഉണ്ട്, മൊബൈൽ ഉണ്ട്, ഓയിൽ ടു കെമിക്കൽ ഉണ്ട്. എന്നിട്ട് പോലും അത് താഴെ വരുന്നത് എന്നെ ഒന്ന് എന്താ പറയുക, ഒരു അൺകംഫർട്ടബിൾ ആക്കുന്നു എന്നുള്ളത് ഞാനൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഒന്ന് പറയുന്നു എന്നുള്ളൂ. അത് നെഗറ്റീവാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എന്തുകൊണ്ടാണ് ഈ 52 വീക്കിലോ എത്രയോ വൃത്തികെട്ട കമ്പനികൾ 52 വീക്ക് ഹൈയും ഡബിളും ട്രിപ്പിളും ഒക്കെ ആകുമ്പോൾ ഇത്രയും ക്യാഷ് ഫ്ലോ ഉള്ള ഇന്ത്യയിലെ ലാർജസ്റ്റ് മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ ഒരു റേറ്റിംഗ് താഴെ വരുന്നതിന് ഒരു ചെറിയൊരു അൺകംഫർട്ടബിൾ ഉണ്ട്. റിലയൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഇന്ന് 1.16% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. സോ റിലയൻസ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ലിസ്റ്റഡ് സ്റ്റോക്സിലുടനീളം ഒരു നെഗറ്റീവിലാണ് ഇന്നിപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ പറയില്ലേ, ഈ മാർക്കറ്റിന് നമ്മൾ എപ്പോഴും പേടിയെന്ന് വെച്ചാൽ മാർക്കറ്റിന് എന്തെങ്കിലും അറിയാമോ നമ്മളെക്കാട്ടിലും മുന്നേ. കാര്യം മാർക്കറ്റ് ഇസ് എ വെരി ബ്രില്യൻറ്റ് സിസ്റ്റം. മാർക്കറ്റ് ഓൾവേസ് ഡിസ്കൗണ്ട്സ് ദ ഫ്യൂച്ചർ. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ ഐ ഡോ നോട്ട് നോ, അല്ലെങ്കിൽ നോർമൽ കറക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ. അല്ലാതെ വേറെ എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ ഒരു കോഷൻ എന്ന് വിചാരിക്കരുത്. ഞാൻ ആ കൺസേൺ ഒന്ന് രേഖപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഒരു സിമിലർ സിറ്റുവേഷൻ നമ്മൾ അദാനി ഗ്രൂപ്പ് സ്റ്റോക്സിലും കാണാറുണ്ട്. ഏതെങ്കിലും ഇപ്പോൾ അദാനി പോർട്സിലാണെങ്കിലും അല്ലെങ്കിൽ അദാനി എന്റർപ്രൈസസിലാണെങ്കിലും അല്ലെങ്കിൽ അദാനി റിയാലിറ്റിയിലാണെങ്കിലും ഏതെങ്കിലും ഒരു അദാനി സ്റ്റോക്സിൽ ഒരു ഇടിവ്, ഇപ്പോൾ വലിയ രീതിയിലൊരു കറക്ഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അദാനി ഗ്രൂപ്പിന്റെ കീഴിലുള്ള എല്ലാ ഓഹരികളിലേക്കും അത് പടർന്നു പിടിക്കുന്നത് കാണാറുണ്ട്. സോ ഇത് മേ ബി ഏതെങ്കിലും ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആണോ, അതൊരു ഗ്രൂപ്പ് എൻറ്റയറിൽ ഉള്ളതാണോ, അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫാക്ടർ ആണോ എന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു അറിവോ റിപ്പോർട്ടോ ഒന്നും ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലില്ല. അബ്സല്യൂട്ട്ലി തോമസ്, നമുക്കിപ്പോൾ ഒന്നും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് വി നീഡ് ടു വാച്ച് ദാറ്റ് സ്പേസ് വെരി ക്ലോസ്ലി. ബട്ട് ഈവൻ ദെൻ നമുക്കിപ്പോൾ ഇന്ന് പറയാനുള്ള വി ഹാവ് ഗോട്ട് മച്ച് ലാർജർ പ്രോബ്ലംസ് ഔട്ട് ദെയർ. അതായത് നമ്മൾ ഇന്ന് നോക്കാൻ നേരത്ത് നോട്ട് സോ കംഫർട്ടിംഗ് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് തന്നെയാണ് എന്നുള്ള. ആ ഗ്ലോബൽ ക്യൂസ് എന്തൊക്കെയാണ്? ഞാൻ നോക്കുക, ബ്രെന്റ് ക്രൂഡ് ഈസ് ഇഞ്ചിങ് അപ്പ്. എത്ര? $75, $76, $77 പെർ ബാരലിൻ്റെ അവിടെ ഓസിലേറ്റ് ചെയ്യുന്നു. നമ്മൾ ഇന്നലെ നാക്കെടുത്ത് പറഞ്ഞേ ഉള്ളൂ. അതായത് ലോവർ ക്രൂഡ് ഈസ് ബെറ്റർ ഫോർ ഇന്ത്യൻ എക്കണോമി, ഇന്ത്യൻ കോർപ്പറേറ്റ്സ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്സ്, ഇന്ത്യൻ സിറ്റിസൻസ് ആൻഡ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞോളൂ. ബട്ട് ഈവൻ ദെൻ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ദർ ഇസ് എ പ്രൈസ് റൈസ് ഇൻ ക്രൂഡ് മാർക്കറ്റ്. അതൊന്ന്. രണ്ടാമത് ഞാൻ ട്രഷറി ഈൽഡ് ഗ്ലോബൽ ക്യൂ എടുത്ത് നോക്കാൻ നേരത്ത് US-ന്റെ ട്രഷറി, അതായത് 10-year ബോണ്ട് ഈൽഡ് 4.558%. അതായത് ആ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആൻഡ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 4.5%-ന് മുകളിൽ 10-year ബോണ്ട് ഈൽഡ് പോയിരിക്കുന്നു. ഞാൻ 30-year ബോണ്ട് ഈൽഡും കൂടെ നോക്കിയപ്പോൾ
5.069% ആണ് ഈൽഡ് 30-year ബോണ്ട് ഈൽഡ്. അതും കംഫർട്ടിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള 5% മുകളിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ രണ്ട് ഗ്ലോബൽ ക്യൂസും കൂടാതെ ഞാൻ മൂന്നാമത് നോക്കിയത് US ഡോളർ ഇൻഡെക്സ് ആണ്. US ഡോളർ ഇൻഡെക്സ് ഇന്നലെ 100.84 ഇന്ന് ഓവർനൈറ്റിൽ ഒരു 101.16% ഉയർന്നു എന്നും അതിന് ഇക്വലൻ്റ് ആയിട്ട് ഞാനിവിടെ USD INR എക്സ്ചേഞ്ച് ആ റേറ്റ് ഞാനൊന്ന് നോക്കിയപ്പോൾ 95.7 പെർ ഡോളറിലേക്ക് റുപ്പി എത്തിയിരിക്കുന്നു എന്നുള്ള. അതായത് ഇത്രയും ഗ്ലോബൽ ന്യൂസ് പറയണത് എന്താ? ദർ ഈസ് സം പ്രോബ്ലം ഇൻ ദ ജിയോ പൊളിറ്റിക്കൽ വേൾഡ്. ഉണ്ടോ? ഉണ്ട്. ദർ ആർ ടു ഇഷ്യൂസ് ദാറ്റ് ഈസ് ഗ്രാപ്ലിംഗ് ദ വേൾഡ് റൈറ്റ് നൗ. ഒന്ന് എന്ന് പറയുന്നത് സെൽ ഓഫ് ഇൻ മെമ്മറി സ്റ്റോക്സ്, അതായത് ടെക് സ്റ്റോക്സിൽ എസ്പെഷ്യലി മെമ്മറി സ്റ്റോക്സിലുള്ള ഒരു സെൽ ഓഫ് എന്ന് പറയുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് നെഗറ്റീവ് ഗ്ലോബൽ ക്യൂ ആണ്. എസ്പെഷ്യലി മെമ്മറി സ്റ്റോക്സ്, അതായത് മെമ്മറി സ്റ്റോക്സേ ഗ്ലോബലുള്ള പല മെമ്മറി സ്റ്റോക്സും -20% കൂടുതൽ ഡൗൺ ആണ് അതിൻ്റെ റീസെൻറ്റ് പീക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ടെക്നിക്കലി ദാറ്റ് സ്റ്റോക്സ് ഹാവ് എൻറ്റേർഡ് ഇൻ ടു ബെയർ മാർക്കറ്റ്. നമ്മൾ സാധാരണ ടെക്നിക്കൽ ടേംസിൽ പറയുന്നത് എന്താ? ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് അതിൻ്റെ പീക്കിൽ നിന്നും 20% കൂടുതൽ താഴെ പോവുകയാണെങ്കിൽ നമ്മൾ ടെക്നിക്കലി ബെയർ പൊസിഷൻ അല്ലെങ്കിൽ ബെയർ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ പറയും. ഇവിടുന്ന് ബൗൺസ് ബാക്ക് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ബെയർ സിനാരിയോയിലേക്ക് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ട് ടെക്നിക്കലി വി സേ ദാറ്റ് ദേ ആർ ഇൻ ബെയർ മാർക്കറ്റ്. അത് മെമ്മറി സ്റ്റോക്സ് ബെയർ മാർക്കറ്റിലാണ് എന്ന് വേണമെങ്കിൽ ടെക്നിക്കലി നമുക്ക് പറഞ്ഞു വയ്ക്കാം. അതൊരു നെഗറ്റീവ് ഗ്ലോബൽ ക്യൂ. രണ്ടാമത്തെ നെഗറ്റീവ് ഗ്ലോബൽ ക്യൂ എന്താ? ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ദാറ്റ് യു സെഡ്. അതായത് ഓവർനൈറ്റിൽ ദ US മിലിറ്ററി കംപ്ലീറ്റഡ് എ മാസീവ് റൗണ്ട് ഓഫ് സ്ട്രൈക്ക് എഗെയിൻസ്റ്റ് ഇറാൻ. അതാണ് ഇപ്പോഴത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നേരത്തെ തോമസ് ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു, 80ഓളം ടാർജറ്റുകളാണ് US അടിച്ചതെന്നുള്ളത്. ആൻഡ് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആൻഡ് റീഇൻസ്റ്റേറ്റിംഗ് എന്താണ്? ആ സ്ട്രിക്റ്റ് ഓയിൽ സാങ്ഷൻസ് ഓൺ ഇറാൻ, ഒരു റിലാക്സേഷൻ 60-day പീരീഡിന് ടെമ്പററി ആയിട്ട് ഇറാനിന് ഓയിൽ സെൽ ചെയ്യാൻ അമേരിക്ക കൊടുത്തത് അത് വീണ്ടും ആ ബാൻ റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ സാങ്ഷൻസ് റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുന്നു. എന്തായിരിക്കാം ഒരു പക്ഷേ കാരണം? നമ്മൾ ഇന്നലെ പറഞ്ഞത് 2 ഷിപ്സിന് അറ്റാക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിൽ ഒന്ന് സൗദി അറേബ്യൻ ഷിപ്പാണ്, ഒന്ന് ഖത്തറി ഷിപ്പാണ്. ഇപ്പം ഇൻഫർമേഷൻ കിട്ടുന്നത് മൂന്നാമതൊരു ഷിപ്പിനും കൂടി ഒരു അറ്റാക്ക് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 3 ഷിപ്സിനെ ഇറാൻ അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. എവിടെ? സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ. ഏത് വഴി പോകുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്? അതായത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ ഒമാനിൻ്റെ അടുത്തുള്ള ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ കൂടെ പോകുന്ന 3 ഷിപ്പിന് നേരെയാണ് ഇറാൻ ആക്രമിച്ചത് എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയത്. അതിന് റിട്ടാലിയേഷൻ എന്നോളം ഈ പറയുന്ന പോലെ അമേരിക്ക ഏതാണ്ട് 80 ടാർജറ്റുകളിൽ അറ്റാക്ക് ചെയ്തു എന്നാണ് ഇൻഫർമേഷൻ വന്നത്. നമുക്ക് ഈ ഇഷ്യൂവിനെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടതായിട്ടുണ്ട്. അതായത് എന്താണ് സംഭവിച്ചത്? ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് ഇറാൻ ഇപ്പം ഇത് ചെയ്തത്? അതായത് അതിൻ്റെ ടൈമിംഗ് ആണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതായത് നമുക്കറിയാലോ, ഈ പെട്ടെന്ന് തന്നെ ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ ഇറാൻ എന്തിനാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, അതായത് ഇറാൻ പറഞ്ഞതാണല്ലോ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴി ഷിപ്സിന് ഈ MOU നിലനിൽക്കുന്നിടത്തോളം കാലം ഫ്രീ ആയിട്ട് ട്രാൻസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് തുടങ്ങിയതെന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. അതായത് എന്താ റീസൺ എന്ന് വെച്ചാൽ ഇറാനും US തമ്മിൽ ഒരു MOU ഉണ്ടാക്കിയതായിട്ട് നമുക്കറിയാം. ആ MOUയിലെ ആർട്ടിക്കിൾ 5 എന്ന് പറയുന്ന ആ പോയിന്റിനെ ഇറാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നു വെച്ചാൽ എനി ഫോം ഓഫ് ട്രാൻസ്ഫിറ്റ് ഓഫ് എനി മാരിടൈം വെസൽ ത്രൂ ദ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇറാൻ്റെ പെർമിഷനും ഇറാൻ്റെ അറിവോടുകൂടി ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് ഇറാൻ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇറാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ദ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ബിലോങ്സ് ടു അസ് എന്നുള്ള രീതിയിലാണ് ആർട്ടിക്കിൾ 5 ഓഫ് മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഇറാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്ന ആ സ്ട്രെച്ച് ഇറാൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് വഴിയുമുണ്ട്, ഒമാനിൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് വഴിയുണ്ട്. ഇറാൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ബിലോങ്സ് ടു ദ ഇറാൻ സോവറിനിറ്റി. ഒമാനിൻ്റെ ഭാഗത്തുള്ള ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ബിലോങ് ടു ഒമാൻ സോവറിനിറ്റി എന്നുള്ളതാണ്. ബട്ട് ഇറാൻ അടുത്ത കാലത്തായിട്ട് ഒരു കാര്യത്തിൽ അമ്യൂസ്ഡ് അല്ല. അതായത് അവിടെ ഒരു ചെറിയൊരു കാര്യത്തിൽ ഇറാൻ്റെ ഭാഗത്ത് ശരിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ US ബാക്ക് ചെയ്തിട്ട് ഒമാൻ്റെ അടുത്തുള്ള ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ കൂടിയാണ്
പല രീതിയിലുള്ള ഷിപ്പ് ട്രാൻസിറ്റ് ചെയ്ത് പോകുന്നത്. അതായത് ഒമാനിൻ്റെ സോവറിനിറ്റിയുടെ കീഴിലുള്ള ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ US-ൻ്റെ ബാക്കപ്പോട് കൂടി ഒരു പുതിയ ചാനലിൽ കൂടെയാണ് ഷിപ്സ് പോകുന്നത്. അപ്പോൾ ഇറാനെ അൺസെറ്റിലാക്കുന്ന കാര്യം എന്ത്, ഇറാന് ആരൊക്കെയാണ് പോണത് എന്നുള്ളൊരു അറിവ് കിട്ടുന്നില്ല. കിട്ടുന്നുണ്ടാവും, ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള റഡാർ സിസ്റ്റംസും സെൻസർ സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ടാവും. ബട്ട് ഇറാനെ അറിയിക്കുന്നില്ല, അല്ലെങ്കിൽ ഇറാന് അതിൻ്റെ മേളിൽ കൺട്രോൾ ഇല്ല എന്നുള്ളത് ഇറാനെ വലിയ രീതിയിൽ ഒരു അസ്വസ്ഥനാക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് എന്നുള്ള. അപ്പോൾ ഇറാൻ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇറാൻ എന്തിനാണ് ഇപ്പം അറ്റാക്ക് ചെയ്തത്? ഇപ്പം അറ്റാക്ക് ചെയ്ത കാര്യം, അതായത് ഒമാൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ കൂടെ പോവുക, ഈ 3 ഷിപ്പിന് എഗെയിൻസ്റ്റ് ഇറാൻ ഡ്രോൺ അറ്റാക്ക് നടത്തിയതിന് ആ ടൈമിങ്ങിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എന്താണെന്നറിയോ? ഇറാൻ കുറച്ചുകൂടി സ്മാർട്ടായിട്ട് കളിക്കാൻ നോക്കുക. അതായത് ഈ ഒരു ഇഷ്യൂ, അതായത് ഈ ആർട്ടിക്കിൾ 5 ഓഫ് MOU ബ്രീച്ച് ചെയ്യാൻ വേണ്ടി US ബാക്ക് ചെയ്ത് ഒമാൻ്റെ സഹായത്തോടു കൂടി ഒരു ഓൾട്ടർനേറ്റ് ഷിപ്പിംഗ് ചാനൽ ഒമാനിൻ്റെ സോവറിൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ കൂടെ നടത്തി MOUയിൽ ഒരു ബ്രീച്ച് ഉണ്ടാക്കാൻ US ശ്രമിക്കുന്നു എന്ന് ലോകത്തിനെ അറിയിക്കാൻ ഇറാനിന് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഈ നാറ്റോ രാജ്യങ്ങളുടെ സമ്മിറ്റാണ്. നാറ്റോ രാജ്യങ്ങളുടെ സമ്മിറ്റ് ഇപ്പോൾ അങ്കാര ടർക്കിയിൽ നടക്കുകയാണ്. ആ സമയത്ത് ഇതൊരു ഹെഡ്ലൈനാക്കി കൊണ്ടുവരിക എന്നുള്ളത് ഇറാൻ്റെ ഒരു ആവശ്യമായിട്ട് ഇറാൻ കരുതപ്പെടുന്നു എന്നുള്ള നമുക്കറിയാലോ. എന്താണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പൊതുവേ നേറ്റോയിൽ തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷനും US-ൻ്റെ ട്രംപ് അഡ്മിനിസ്ട്രേഷനും നേറ്റോ അലൈസും തമ്മിൽ നല്ല രസത്തിലല്ല. ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ, മറ്റുള്ള ഡിഫൻസ് സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിലുമൊക്കെ അവർ തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രസിഡന്റ് ട്രംപ് ഇപ്പം അങ്കാര ടർക്കിയിലുണ്ട്. ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു ഡിസ്റ്റർബൻസ് ഇറാൻ ഉണ്ടാക്കുന്നത് ഉണ്ടെങ്കിൽ ഇതവിടെ ചർച്ചയാവും. ഇവർ തമ്മിലുള്ള ഇഷ്യൂ വൈഡനിങ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ ഇറാൻ ഇപ്പം തന്നെ അത് പ്രയോഗിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ബട്ട് അതിലൊരു നെഗറ്റീവ് ഉണ്ട്. അതിലൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇത് മിക്കവാറും ഇറാനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് ബാക്ക് ഫയർ ചെയ്യാനാണ് ചാൻസ്. കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ബിലോങ്സ് ടു ബോത്ത് ഇറാൻ ആൻഡ് ഒമാൻ. ഒമാൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ കൂടി പോണേ, അതിനുള്ള ക്ലോസസും MOUസും ഒക്കെ ഡിഫറെൻറ്റ് കാര്യം. ബട്ട് ഈ ഒമാനിൻ്റെ ടെറിട്ടോറിയൽ സോവറിനിറ്റിയെ ബ്രീച്ച് ചെയ്തുകൊണ്ടുള്ള ഇറാൻ അറ്റാക്ക് നല്ല രീതിയിൽ ഒരിക്കലും നാറ്റോ രാജ്യങ്ങൾ എടുക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഡിവൈഡിങ് ട്രംപ് ആൻഡ് നേറ്റോ അലൈസ്, ഇപ്പോൾ മിക്കവാറും ഇത് രണ്ടും കൂടെ യൂണിഫൈ ചെയ്യാനായിരിക്കാം ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇറാൻ ഒരു പരിധിവരെ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണെങ്കിലും ആ ചെയ്ത ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും മേ ബി അത് ബാക്ക് ഫയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നും കൂടി പറഞ്ഞു നോക്കി. തോമസിന് എന്തോ ആഡ് ചെയ്യേണ്ടതും? യെസ് സാർ, നാറ്റോയിലേക്ക് വരികയാണെങ്കിൽ നാറ്റോയെ കുറിച്ച് സാർ ഇപ്പോൾ പറഞ്ഞല്ലോ. ഇപ്പോൾ നാറ്റോ സമ്മിറ്റ് നടക്കുകയാണ്. അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്നുള്ളത് ഇറ്റലി ഒക്കെ ആണെങ്കിലും, ഇപ്പോൾ നാറ്റോയിലെ മെയിൻ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ജർമ്മനി വരുന്നുണ്ട്, ഇറ്റലി വരുന്നുണ്ട്. യൂറോപ്യൻ ഭാഗത്തു നിന്നുള്ള, യൂറോപ്യൻ യൂണിയൻ എന്നുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് ആണ് യൂറോപ്യൻ യൂണിയൻ എന്ന് വലിയ രീതിയിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ട് നാറ്റോയിൽ വരുന്നത്. പിന്നെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയ, ബ്രെക്സിറ്റ് പുറത്തുപോയ UK, ബ്രിട്ടനും കൂടി നാറ്റോയുടെ ഭാഗമായിട്ടുണ്ട്. UK-ക്കും ഇറ്റലിക്കും ഫ്രാൻസിനും ജർമ്മനിക്കും ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടണ്ടേ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയ രീതിയിൽ ഇന്റേണലായി തന്നെ, ഡൊമസ്റ്റിക്കലി തന്നെ വളരെ വലിയ പൊളിറ്റിക്കൽ ഒരു ഇഷ്യൂ ആണ്. ഇലക്ഷൻ സീസൺസ് യൂറോപ്പിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിലൊക്കെ വളരെ വലിയൊരു ഇഷ്യൂ ആണിത്, ഈ ഒരു യുദ്ധത്തിൽ ഇടപെടണ്ടേ എന്നുള്ളത്. അതുകൂടാതെ തന്നെ ഇറാൻ നോക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഡൊണാൾഡ് ട്രംപ് പിന്നെയും ഗ്രീൻലാൻഡ് US-ൻ്റെ ഭാഗമാകണം എന്നൊരു ക്ലെയിം പിന്നെയും വെച്ചിരിക്കുകയാണ്. ഡെൻമാർക്കിനെ ഗ്രീൻലാൻഡിനെ കൊണ്ട് ഒരു ഗുണവുമില്ല. അത് US-ൻ്റെ കയ്യിലായാൽ മാത്രമേ ചൈനീസ് ഷിപ്പുകളുടെയും റഷ്യൻ ഷിപ്പുകളുടെയും ആ ഒരു ഏരിയയിലുള്ള ഇൻ്റർഫിയറൻസ് കുറയ്ക്കാൻ സാധിക്കൂ എന്നൊരു ശക്തമായ വാദം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പിന്നെയും മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഇറാൻ ആക്രമിക്കുമ്പോൾ അവിടെ വരുന്നത് സീസ് ഫയർ വയലേഷൻ നടന്നിട്ടില്ല എന്നൊരു ക്ലോസ് ആണ്. കാരണം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സീസ് ഫയർ എഗ്രിമെൻറ്റ് അവസാനിച്ചതിന് ശേഷമാണ് ഇറാൻ ഈ 2 കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ ആക്രമിക്കുന്നത്. ഇറാൻ വളരെ കാലമായി വാൺ ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഒമാൻ റൂട്ട് വഴി പോവാതെ ഇറാൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലൂടെ പോകണം, ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് പോകണം എന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇറാനിയൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലൂടെ ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് പാസ് ചെയ്യുമ്പോൾ ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസ് എല്ലാം, ഈ ക്രൂ ആരാണ്, ക്യാപ്റ്റൻ ആരാണ്, എല്ലാ ഡീറ്റെയിൽസും ഇറാനിയൻ പോർട്ട് അതോറിറ്റീസ് ഇറാനിയൻ ഗവൺമെൻറ്റിന് സമർപ്പിക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്
ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഒമാൻ റൂട്ട് വഴിയാണ് ട്രാൻസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറാൻ്റെ കയ്യിലുള്ള സ്മോൾ ബോട്ട്സ് ആണ്. വലിയ ഫ്രിഗേറ്റ്സോ കോർവെറ്റ്സോ ഡിസ്ട്രോയേഴ്സോ ഒന്നും ഇറാൻ്റെ കയ്യിലില്ല. എല്ലാം സ്മോൾ ബോട്ട്സ് ആണ്. ഈ ഒമാൻ റൂട്ടിൽ കൂടെ പോകുന്ന കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിനെ സ്മോൾ ബോട്ട്സ് വെച്ച് ടാർഗറ്റ് ചെയ്യുന്നത് ഇസ് എൻ അനദർ തിങ്. അങ്ങോട്ട് റീച്ച് ചെയ്യാൻ പോലും ഇറാന് വളരെ ലോജിസ്റ്റിക്കലി വലിയ ഇഷ്യൂ ആണ്. ബിക്കോസ് അതിനിടയിൽ US ഷിപ്സുകളുണ്ട്, US ഡിസ്ട്രോയേഴ്സ് ഉണ്ട്, US കോർവെറ്റ്സ് ഉണ്ട്, US അർമാഡ നിൽക്കുകയാണ്. ഒമാൻ വഴി പോകുമ്പോൾ ഇറാനുള്ള 2 റിസ്ക് ഇതാണ്. ഒന്ന്, ഈ സ്മോൾ ബോട്ട്സ് യൂസ് ചെയ്തിട്ട് ഈ കൊമേഴ്ഷ്യൽ ട്രാൻസിറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്, ഈ ഷിപ്പുകളിൽ ഈ ട്രാൻസിറ്റിലൂടെ പോകുന്ന കണ്ടൻസ് എന്താണ്, ഈ ട്രാൻസിറ്റിൻ്റെ ക്രൂ ആരാണ്, ഇതിൻ്റെ ഓണേഴ്സ് ആരാണ് എന്നതൊന്നും ഇറാന് അതിൻ്റെ ഡാറ്റ കിട്ടുകയുമില്ല. ചില സാഹചര്യങ്ങളിൽ ഇറാന് കിട്ടേണ്ട അവർ അവകാശപ്പെടുന്ന ട്രാൻസിറ്റ് ഫീയും കിട്ടുന്നില്ല. ഈ ഒരു കാര്യവും സീസ്ഫയർ എഗ്രിമെൻ്റ് അവസാനിച്ചു എന്നുള്ള കാര്യവും അതുകൊണ്ട് തന്നെ സീസ്ഫയർ എഗ്രിമെൻറ്റിൻ്റെ വയലേഷൻ ആകുന്നില്ല എന്നുള്ള കാര്യവും, അതുകൂടാതെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മീഡിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിയൻ ഭാഗത്തു നിന്നുള്ള നെഗോഷിയേഷൻ ടീം പറയുന്നത് ഡൊണാൾഡ് ട്രംപും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മസൂദ് പെസഷ്കിയാനും ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സൈൻ ചെയ്ത മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഓൾമോസ്റ്റ് ഡെഡ് ആയി എന്നാണ് ഇപ്പോൾ നെഗോസിയേഷൻ ഭാഗത്ത് നിന്ന് അൺഒഫീഷ്യലായിട്ട് പറയുന്നത്. ഇറാൻ്റെ അതോറിറ്റിയോ US പ്രസിഡന്റോ വൈറ്റ് ഹൗസോ ഇതുവരെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒഫീഷ്യലി നടത്തിയിട്ടില്ലെങ്കിൽ പോലും മീഡിയ റിപ്പോർട്ട്സ് വരുന്നത് ആ ഒരു MOU അവസാനിച്ചു. വളരെയധികം രീതിയിലുള്ള വയലേഷൻസ് US ഇറാന് പറയുന്നുണ്ട്. ഇറാൻ വളരെ വലിയ രീതിയിൽ വയലേഷൻസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇറാനും തിരിച്ചു പറയുന്നുണ്ട് US ഭാഗത്തു നിന്നും വയലേഷൻസ് സംഭവിച്ചു എന്നുള്ളത്. സോ സീസ്ഫയർ നിലനിൽക്കുന്നുണ്ടായിരുന്ന എഗ്രിമെൻറ്റ്, ആ എഗ്രിമെൻറ്റ് നിലനിൽക്കുന്നുണ്ടായിരുന്ന ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ബേസിക്കലി പറയുകയാണെങ്കിൽ വെസ്റ്റ് ഏഷ്യയിൽ ഇപ്പോൾ MOU ഇല്ല, സീസ്ഫയർ എഗ്രിമെൻ്റ് ഇല്ല, ചർച്ചകൾ പോലും നടക്കുന്നില്ല എന്നാണ് മീഡിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഓഫ് കോഴ്സ് വെൽ ആർട്ടിക്കുലേറ്റഡ് തോമസ്, അത് തന്നെയാണ് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് സിറ്റുവേഷൻ ഈസ് വെരി ഫ്രജൈൽ, എപ്പോൾ വേണമെങ്കിലും കത്തിപ്പിടിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ലീഗൽ ലോക്കസ് സ്റ്റാൻഡായി അവിടെ ഇല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്ത് നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നു. അതായത് പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ കേൾക്കുമെങ്കിൽ പോലും സിറ്റുവേഷൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഫ്രജൈലാണ്. നെഗറ്റീവ് ആവുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ഇത് പറഞ്ഞ കാര്യം. ഇപ്പോൾ ലോകത്തിൻ്റെ ആവശ്യമാണ് അവിടെ ഒരു പീസ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ബട്ട് ഈവൻ ദെൻ സിറ്റുവേഷൻ വളരെ ഫ്രജൈലാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും ഇഷ്യൂ കാരണം തന്നെ US സെൻകോം പറയുന്നത് ദേ ഹാവ് ഇൻഫ്ലിക്റ്റഡ് എ ഹെവി ഡാമേജ് ഓൺ ഇറാൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം, കോസ്റ്റൽ സർവൈലൻസ് റഡാർ, സർഫസ് ടു എയർ മിസൈൽ സൈറ്റ്സ്, ആൻറ്റി ഷിപ്പ് ക്രൂസ് മിസൈൽ സൈറ്റ്സ്, ഡ്രോൺ ലോഞ്ചർ ബേസസ്, അതുകൂടാതെ IRGCയുടെ ചെറിയ ബോട്ടുകളായ 60 ബോട്ടുകൾക്ക് നേരെയും അറ്റാക്ക് നടന്നു എന്നുള്ള പറയുന്നത്. ഇപ്പോൾ ഉള്ള കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് വൈഡ് എക്സ്പ്ലോഷൻസ് അല്ലെങ്കിൽ ഹെവി എക്സ്പ്ലോഷൻസ് വെയർ റിപ്പോർട്ടഡ് ഇൻ പ്ലേസസ് ലൈക്ക് ബന്ദർ അബ്ബാസ്, സിറിക്, ക്വഷം ഐലൻഡ്സ്, അതുകൂടാതെ തന്നെ ടെഹ്റാൻ്റെ വൈറ്റൽ ആയിട്ടുള്ള ഓയിൽ എക്സ്പോർട്ടിംഗ് ഹബ്ബായിട്ടുള്ള കാർഗ് ഐലൻഡ്സിലും എക്സ്പ്ലോഷൻ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിലും പറയുന്നു എന്നുള്ള. നേരത്തെ തോമസ് പറഞ്ഞതിൻ്റെ അഡീഷണൽ ആയിട്ട് ഞാൻ ഒന്ന് പറയാം. നേരത്തെ തന്നെ ഈ പീസ് ഡീലൊക്കെ സംസാരിക്കുന്ന സമയത്ത് US ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ്സ് കൺട്രോൾ OFAC എന്നാണ് പറയുന്നത്. OFAC ഈ ഇറാന് ഒരു ജനറൽ ലൈസൻസ് എക്സ് എന്നാണ് അതിനെ പറയുന്നത്. ജൂൺ 21, 2026 ഇറാനിന് ഒരു ജനറൽ ലൈസൻസ് ഇഷ്യൂ ചെയ്തത്. ജനറൽ ലൈസൻസ് എക്സ് ആണ് US ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ്സ് കൺട്രോൾ OFAC ഇഷ്യൂ ചെയ്തത്. എന്താണ് ആ ജനറൽ ലൈസൻസ് എക്സ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം ടെമ്പററി ആയിട്ട് ഇറാനിൽ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഓയിൽ സാങ്ഷൻ മാറുന്നു. അതുകൂടാതെ ഇറാനിന് പ്രൊഡ്യൂസ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും ഡെലിവറി ചെയ്യാനും ഗ്ലോബൽ സെയിൽ ചെയ്യാനും ക്രൂഡ് ഓയിലും പെട്രോളിയം പ്രോഡക്ട്സും പെട്രോ കെമിക്കൽസും ഗ്ലോബൽ ക്ലയൻസിന് സപ്ലൈ ചെയ്യാനുള്ള ഒരു വേവർ അല്ലെങ്കിൽ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് ജനറൽ ലൈസൻസ് എക്സ് ജൂൺ 21, 2026 US ഇഷ്യൂ ചെയ്തത്. ഈ പീസ് ടോക്സിൻ്റെയൊക്കെ MOUൻ്റെ ഭാഗമായിട്ട് എന്നുള്ള. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് ഗ്ലോബലി ഇനി സാങ്ഷൻ ഇല്ലാതെ, ഒരു ബാൻ ഇല്ലാതെ ഇറാൻ അവരുടെ ഓയിൽ ഗ്ലോബൽ ക്ലയൻസിന് സെല് ചെയ്യാം. കാര്യം ഇത്രയും നാൾ അവരുടെ സാങ്ഷൻ ഓയിൽ ആയതുകൊണ്ട് വളരെ ഡിസ്കൗണ്ടിലാണ് അവർ സെല് ചെയ്തിരുന്നത്. അത് കൂടുതലും ചൈനയാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇൻ്റർനാഷണൽ റേറ്റ് അനുസരിച്ച്, മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് അവർക്ക് വിൽക്കാം എന്നുള്ളത് അവർക്ക് വളരെ വലിയൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഗ്ലോബൽ ബാങ്കിങ് ചാനൽസ് ഉപയോഗിച്ച് അവർക്ക് ഈ വെസ്റ്റേൺ സ്വിഫ്റ്റ് മെക്കാനിസം ഉപയോഗിച്ച് US ഡോളേഴ്സിൽ സെറ്റിൽ ചെയ്യാൻ
ചെയ്യാം, അതായത് മെയിൻ സ്ട്രീമിലേക്ക് അവർക്ക് വരാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇപ്പം എന്ത് സംഭവിച്ചു? ഈ US റിട്ടാലിയേറ്റ് ചെയ്തോട് കൂടി തന്നെ അതിനകത്ത് US-ൻ്റെ ഈ OFSC എന്ന് പറയുന്ന ഓഫീസ് ഈ ജനറൽ ലൈസൻസ് എക്സിനെ റിവോക്ക് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അത് ജനറൽ ലൈസൻസ് X1 ആക്കിയിരിക്കുന്നു. ജനറൽ ലൈസൻസ് X1 ആക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലീഗലി ഇറാനിന് ഇത് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. അതുമാത്രമല്ല US ഡോളേഴ്സിൽ സെറ്റിൽ ചെയ്യാൻ പറ്റില്ല, ഗ്ലോബൽ ബാങ്കിങ് സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റില്ല, ഗ്ലോബൽ മണി ട്രാൻസ്ഫർ സിസ്റ്റമായ സ്വിഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വിത്ത് എഫക്റ്റ് ഫ്രം യെസ്റ്റർഡേ അല്ലെങ്കിൽ ഇന്ന് എന്നുള്ള രീതിയിലേക്കുള്ള ഇൻഫർമേഷൻ വന്നിരിക്കുന്നത് എന്നുള്ള. അതിനകത്ത് ഒരു കാര്യം കൂടെ ഈ ജനറൽ ലൈസൻസ് X1 പറയുന്നുണ്ട്. അതായത് വേറെ എന്തെങ്കിലും, അതായത് ഇൻ്റർനാഷണൽ ബയേഴ്സ് ഏതെങ്കിലും ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ജൂലൈ 17, 2026 തന്നെ സെറ്റിൽ ചെയ്യണം. അത് കഴിഞ്ഞ് വേറൊരു ട്രേഡും പാടില്ല. അതുമാത്രമല്ല ഈ ഡേറ്റ് മുതൽ ഇനി അങ്ങോട്ട് നടക്കുന്ന ജൂലൈ 17 വരുന്ന സെറ്റിൽമെൻറ്റിനുള്ള എല്ലാ പൈസയും ഒരിക്കലും ഈ പറയുന്ന പോലെ ഇറാനിന് നേരിട്ട് കൊടുക്കരുത്. അത് ഫ്രീസ് ചെയ്തിട്ട് ഒരു എസ്ക്രോ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം എന്നുള്ള സബ് ക്ലോസുകളും കൂടി ഇതിനകത്ത് വരുന്നു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവാണ്. ഇതിന് റെസ്പോൺസായിട്ട് ഇറാൻ്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ കാസൻ ഗരീബാബാദി ഇപ്പോൾ പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ he is vowing decisive retaliation against this US action. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓവർനൈറ്റ് സംഭവിച്ചോടുകൂടി തന്നെ ദിസ് എക്സ്പ്ലെയിൻസ് വൈ, എന്താണ് കാരണം, ഹയർ ക്രൂഡ് പ്രൈസസ് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. രണ്ടാമത് ഹയർ ബോണ്ട് മാർക്കറ്റ് പ്രൈസസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഹയർ ഡോളർ ഇൻഡെക്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഹൈയിങ് ഷിപ്പിംഗ് റേറ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതുകൂടാതെ ഹയർ ഷിപ്പിംഗ് ഇൻഷുറൻസ് പ്രീമിയം എന്താണെന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ വക ഇൻസിഡൻസ് ആണ് എന്നുള്ള. അപ്പോൾ ദിസ് ഈസ് എ ബിഗ് ത്രെഡ് ഫോർ ഗ്ലോബൽ ആൻഡ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. തോമസ്, വൺ മോർ തിങ് ടു ആഡ് സുരേഷ് സാർ. ഇതിനൊപ്പം തന്നെ കണ്ടതാണ് ജൂലൈ 4 ആരംഭിച്ച ഇറാൻ്റെ മുൻ സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ ബറിയൽ നാളെ ജൂലൈ 9, 2026 ആളുടെ ബർത്ത് പ്ലേസ് ആയിട്ടുള്ള മഷാദിൽ, ഇറാനിലെ മഷാദിൽ ആളുടെ ബറിയൽ നടക്കും. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് പിന്നെയും ആക്റ്റീവ് ആവുന്നത്. ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് പോലെയാണ് വരുന്നത്. സൺഡേ സീസ്ഫയർ അഗ്രിമെൻറ്റ് അവസാനിക്കുകയാണ്, 1 വീക്ക് സീസ്ഫയർ അഗ്രിമെൻറ്റ് അവസാനിക്കുന്നു. മൺഡേ വലിയ ഇഷ്യൂസ് ഒന്നുമില്ലാതെ ഇറാൻ്റെ വാർണിങ്സും US-ൻ്റെ വാർണിങ്സും മാത്രമായി ആ ദിവസം അവസാനിക്കുന്നു. ട്യൂസ്ഡേ ആകുമ്പോൾ മൺഡേ നൈറ്റ് ട്യൂസ്ഡേ ഏർലി മോർണിംഗ് ഇറാൻ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിനെ അറ്റാക്ക് ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ ടാങ്കേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. വെഡ്നസ്ഡേ ഒരു ഈവനിങ് ആകുമ്പോൾ അല്ലെങ്കിൽ വെഡ്നസ്ഡേ ഒരു മോർണിംഗ് ആകുമ്പോൾ പിന്നെയും US-ൻ്റെ ഭാഗത്ത് നിന്ന് റിട്ടാലിയേഷൻ വരുന്നു. ഖത്തർ പറയുന്നു ഇറാൻ അവരുടെ ഒരു ടാങ്കറിനെ ആക്രമിച്ചു എന്ന്. ഇപ്പോൾ പിന്നെയും ക്രൂഡ് ഓയിൽ മാർക്കറ്റിലാണെങ്കിലും ഗ്ലോബൽ ക്യാപിറ്റൽ മാർക്കറ്റ്സിലാണെങ്കിലും അതിൻ്റെ ജിറ്റേഴ്സ് കാണാൻ തുടങ്ങുന്നു. നാളെ ആയത്തുള്ള അലി ഖമേനിയുടെ ബറിയൽ നടക്കാൻ പോകുന്നു. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ വെരി ഗുഡ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്, സ്ക്രിപ്റ്റഡ് ഇവൻറ്റ്സ് അല്ലേ? ഇറ്റ് ഫീൽസ് വെരി സ്ക്രിപ്റ്റഡ്. വളരെ ഒരു ബ്ലോക്ക് വെച്ച് ചെയ്ത പോലെ, ലൈക്ക് ഒരു എഴുതിയെടുത്ത സ്ക്രിപ്റ്റ് പോലെ ബാക്ക് ടു ബാക്ക് ഈച്ച് ഡേ സംതിങ് ഈസ് ഹാപ്പനിങ് which is pushing the global economy to a big hellhole. ഇത് ബേസിക്കലി നമുക്ക് തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ ഈ സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് നമ്മളൊരു സ്ക്രിപ്റ്റ് പോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് ഒത്തുകളി പോലെ തോന്നുന്നു എന്നുള്ള. അതായത് ഈ രണ്ട് കൂട്ടർക്കും ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു MOU, ഇത്രയും ഡിസ്കഷൻസും ഇത്രയും രാജ്യങ്ങൾ ഇടപെട്ടിട്ട് പോലും ഇതിന് അങ്ങനെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊരു പ്രോബ്ലം. അതെ, വേർ ഇസ് പാകിസ്ഥാൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. പിന്നെ ഗുഡ് തിങ് അബൌട്ട് ഇന്ത്യ ഈസ് ദാറ്റ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇസ് സ്റ്റിൽ ഓപ്പൺ. അതുവഴി ട്രാൻസിറ്റ് നടക്കുന്നുണ്ട്. ബട്ട് ലിമിറ്റഡ് നമ്പർ ഓഫ് ഷിപ്സ് മാത്രമേ പോകുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കെപ്ലറിൻ്റെ ഡേറ്റ പറയുന്നത് ഈ അറ്റാക്കിന് ശേഷവും സിംഗപ്പൂർ ഫ്ലാഗ്ഡും ജാപ്പനീസ് ഫ്ലാഗ്ഡ് ഷിപ്സും അതുവഴി പാസ് ചെയ്തു എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായിട്ട് കെപ്ലറിൻ്റെ മാരിടൈം ഡേറ്റ നമ്മളോട് പറയുന്നു എന്നുള്ള. അപ്പോൾ ഇതൊരു ഗ്ലോബൽ ക്യൂ വളരെ ത്രെട്ടായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതുകൂടാതെ വേറൊരു ഗ്ലോബൽ ക്യൂ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടത്, ഇന്നലെ US മാർക്കറ്റ് നോക്കുമ്പോൾ S&P 500 -0.45% ഡൗൺ ആയിരുന്നു. നാസ്ഡാക്ക് -1.16% ഡൗൺ ആയിരുന്നു. ഡൗ ജോൺസ് -0.25% ആണ്. ഇന്നലെ നാസ്ഡാക്കിൽ -1.16% ആണ്. നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇന്നലെ അവിടെ AI സ്റ്റോക്സ്, AI റിലേറ്റഡ് മെമ്മറി റിലേറ്റഡ് സ്റ്റോക്സുകളായിട്ടുള്ള
Intel minus 9.7% down, Marvell Technologies minus 9%, Western Digital minus 7.9%, Micron Technology minus 7.4%, Advanced Microsystems AMD minus 6.5%. ഇത് കൂടാതെ സാൻഡിസ്കോ ഒക്കെ താഴെ പോയി. അതായത് പല മെമ്മറി അല്ലെങ്കിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ സ്റ്റോക്സ് താഴെ പോയി എന്നുള്ള മനസ്സിലായി. ബട്ട് ഇന്നലെ ഇൻട്രസ്റ്റിംഗ്ലി NVIDIA ബക്ക് ദ ട്രെൻഡ്. NVIDIA ജസ്റ്റ് നിയർലി 1%, 0.92% അപ്പായിരുന്നു എന്നുള്ള. എന്താണ് ഈ US AI സ്റ്റോക്സ് അല്ലെങ്കിൽ മെമ്മറി സ്റ്റോക്സിലുള്ള ആ ഒരു എന്താ പറയുക, ഒരു സെല്ലിങ്ങിനെ ട്രിഗർ ചെയ്തത് വേറെ ഒന്നുമല്ല. നമ്മൾ ഇന്നലെ സൗത്ത് കൊറിയൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ സാംസങ് ഇലക്ട്രോണിക്സ് ഇന്നലെ minus 6.9% ആയിരുന്നു. ഇൻട്രാഡേ minus 10% വരെ പോയതാണ്. SK ഹൈനിക്സും ഏതാണ്ട് minus 6% ഡൗൺ ആയിരുന്നു കോസ്പിയിൽ. എന്താണ് കാര്യം? ഇന്നലെ ഒരു പ്രിലിമിനറി Q2 ഏർണിംഗ്സ് അപ്ഡേറ്റ് സാംസങ് ഇലക്ട്രോണിക്സ് പുറത്തുവിട്ടു. അതിൽ വലിയ രീതിയിലുള്ള 1800% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് പറഞ്ഞതെങ്കിൽ പോലും മാർക്കറ്റ് ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. കാര്യം ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിച്ചിരിക്കുന്നത് സ്കൈ ഹൈ എക്സ്പെക്ടേഷൻ, അതിനനുസരിച്ച് ഉയരാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലായിരിക്കണം ഒരു പക്ഷേ SK ഹൈനിക്സിലും സാംസങ്ങിലും ഇന്നലെ വലിയ രീതിയിൽ സെൽ ഓഫ് വന്നത്. സെൽ ഓഫ് വരാൻ കാര്യം എന്താ? റിസൾട്ട് കൊണ്ടുവരുന്നുണ്ട്, ബട്ട് ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ ദ പ്രൈസ് ആൻഡ് ദ വാല്യുവേഷൻ ഹാവ് എക്സീഡഡ് ദ ഫണ്ടമെന്റൽസ് ഓഫ് ദ കമ്പനി എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു. അതിൽ നല്ല രീതിയിൽ സെല്ലിംഗ് വന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മൈക്രോൺ ടെക്നോളജീസ് USA സാംസങ് ആണെങ്കിലും SK ഹൈനിക്സ് ആണെങ്കിലും ജൂൺ പീക്കിൽ നിന്നും ഏതാണ്ട് 20% മുകളിൽ താഴേക്ക് വന്നു എന്ന് പറയുന്നത് ടെക്നിക്കലി ബെയർ ടെറിട്ടറിയിലേക്ക് പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബെയർ മാർക്കറ്റ് ആയെന്നോ അല്ലെങ്കിൽ ബെയർ സ്റ്റോക്സ് ആയെന്നോ നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് ടെക്നിക്കലി യു ക്യാൻ കോൾ ദേ ആർ ഇൻ ബെയർ മാർക്കറ്റ്. അതിന് ഈക്വലൻ്റ് ആയിട്ട് ഞാൻ നോക്കുമ്പോഴേ ഈ മെമ്മറി സ്റ്റോക്സിന് ഒരു പ്രോക്സി ഉണ്ട്. ആ പ്രോക്സി ആയിട്ടുള്ളത് ഒരു ETF ആണ്. ആ ETF നമ്മൾ പറയുന്നത് റൗണ്ട് ഹിൽ ജനറേറ്റീവ് AI ആൻഡ് ടെക്നോളജി ETF. അവരുടെ ടോപ്പ് 3 ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഇതേപോലെ സാംസങ്, SK ഹൈനിക്സ്, മൈക്രോൺ ഒക്കെയാണ് ഈ ETF-ൻ്റെ. അതും ഏതാണ്ട് minus 21% പോയി ടെക്നിക്കലി 20% ക്രോസ് ചെയ്ത് ബെയർ മാർക്കറ്റ് ടെറിട്ടറിയിലായി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം എന്നുള്ളത്. അപ്പോൾ ദർ ഇസ് 2 ത്രെഡ്സ്. 1 ഇസ് ഈ പറയുന്ന പോലെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, 2 എന്ന് പറയുന്ന AI മെമ്മറി സ്റ്റോക്സിലെ ഈ പറയുന്ന പോലെ ഒരു സെൽ ഓഫ്. ഇനി AI മെമ്മറി സ്റ്റോക്സിലെ സെൽ ഓഫ് ഒരു ആൻറ്റൈ സെല്ലിംഗ് ശരിക്കും ഇന്ത്യയിൽ ഒരു ബൈയിങ് ആയിട്ട് വരുമോ? ഇന്ത്യൻ IT കമ്പനീസിന് ഒരു ഡിഫെൻസീവ് ബെറ്റും കൂടെയാണ് ഇന്ത്യൻ IT കമ്പനീസ് ബിക്കോസ് ഓഫ് ദ ക്യാഷ് ഫ്ലോ ആൻഡ് ഡിവിഡൻഡ് ഡീൽ. അപ്പോൾ അവിടുന്ന് പൈസ ഒഴുകുകയാണെങ്കിൽ, പുറത്തോട്ട് ഒഴുകുകയാണെങ്കിൽ അത് ഇന്ത്യൻ IT കയറുമോ എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്യണം. അതുമാത്രമല്ല റിലയൻസ് ഗ്രൂപ്പിൻ്റെ ഇവിടുത്തെ സ്റ്റോക്സിൻ്റെ മൂവ്മെൻറ്റും നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ടതാണ്. അതുകൂടാതെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനും ഒരു സ്ഥലത്ത് നിൽക്കുന്നു എന്നുള്ള. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് സ്പോട്ട്ലൈറ്റിലേക്ക് പോകാം. ഈ സ്പോട്ട്ലൈറ്റിൽ ഇന്ന് നമ്മളൊരു സ്പെസിഫിക് തീമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ആ സ്പെസിഫിക് തീമിനെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ സ്പെഷ്യൽ സിറ്റുവേഷൻ ഇൻവെസ്റ്റിംഗ് അഥവാ സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ചില സമയത്ത് ചില ഈവൻറ്റുകൾ നടക്കും. ഒക്കേഷണലി വല്ലപ്പോഴും നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. ചിലപ്പോൾ ആ ഒരു ഈവൻറ്റ് വലിയൊരു വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയേക്കാം എന്നുള്ള. ഈ ഒരു ഈവൻറ്റ് എല്ലാ ദിവസവും വരണമെന്നില്ല, ചിലപ്പോൾ വല്ലപ്പോഴുമാണ് കിട്ടണം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞല്ലോ, ഒരു കൊല്ലം 365 ദിവസത്തുള്ളിൽ ഇതേപോലത്തെ നല്ല 2-3 ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയ കിട്ടിയാൽ മതി. അല്ലാണ്ട് എല്ലാ ദിവസവും നിങ്ങൾ മാർക്കറ്റിൽ വന്ന് ട്രേഡ് ചെയ്യണമെന്നോ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ യാതൊരുമില്ല. അവിടെയാണ് ഈ വാറൻ ബഫയും പീറ്റർ ലിഞ്ചും ഒക്കെ പറയുന്നത്. അതായത് നിങ്ങൾ എന്തിനാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ മാത്രം എൻട്രി ചെയ്യുക. കാര്യം നിങ്ങളൊരു ബിസിനസ്സാണ് മേടിക്കുന്നത്. ആ ബിസിനസ്സിന് ഫ്യൂച്ചറിൽ എന്തോ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് നോക്കണം. അല്ലാണ്ട് എന്നും രാവിലെ വന്ന് കട തുറക്കും പോലെ 9:15 വന്ന് ട്രേഡ് ചെയ്ത് 3:30 അടച്ചു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ മാർക്കറ്റിൽ ഈ പറയുന്ന പോലെ പല PMS കമ്പനികൾക്ക് തന്നെ അല്ലെങ്കിൽ പല ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനും ഫാമിലി ഓഫീസിനും സ്പെഷ്യൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് ഫണ്ട്സ് തന്നെയുണ്ട്. അതായത് ഈ സമയത്ത് മാത്രമേ അവർ മേടിക്കുള്ളൂ എന്നുള്ള ആ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ സിറ്റുവേഷൻ ഓപ്പർച്യൂണിറ്റി എന്താ? ചിലപ്പോൾ ഈ കമ്പനികൾ തന്നെ കൊണ്ടുവരുന്ന എന്തെങ്കിലും ഉള്ള ഒരു കോർപ്പറേറ്റ് ആക്ഷൻ ആയിരിക്കും. ഈ കോർപ്പറേറ്റ് ആക്ഷനോ ന്യൂസോ ആയിരിക്കാം ഈ സ്റ്റോക്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ സിറ്റുവേഷൻ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തരുന്നതെന്നുള്ള. സാധാരണ എന്തെങ്കിലും കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ്. ചില സമയത്ത് ബൈബാക്ക് ആയിരിക്കാം, ചില സമയത്ത് ഡീമർജർ ആവാം, ചില സമയത്ത് ബോണസ് ഇഷ്യൂ ആയിരിക്കാം, ചില സമയത്ത് സ്പിൻ ഓഫ് ആവാം, ചില സമയത്ത് ഡീലിസ്റ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡീമർജർ ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേക്ക് സെയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ ഒരു ഡീല്, അല്ലെങ്കിൽ ഒരു ഓർഡർ വിൻസ്. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഒരു സ്റ്റോക്കിൻ്റെ
ട്രാജക്ടറി തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഡിസിഷൻ ആയിരിക്കാം. അവിടുന്ന് ചിലപ്പോൾ ആ സ്പെഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വലിയ രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പോൾ ഇതൊരു റൂളൊന്നുമല്ല. അതായത് എപ്പോഴും ഇങ്ങനത്തെ ഒരു കോർപ്പറേറ്റ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഈവൻറ്റ് നടക്കുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്ലാങ്കറ്റായിട്ട് നമ്മൾ ബിലീവ് ചെയ്യരുത്. ബട്ട് ചില സിറ്റുവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അത് നമുക്ക് വലിയൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യും, ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യും. അവിടുന്ന് നല്ലൊരു സ്റ്റോക്സിൽ ഒരു ഗെയിനും ഉണ്ടാക്കാനുള്ള ചാൻസുകൾ ഉണ്ട് എന്ന് പറയുന്നു. ഇതിനെയാണ് നമ്മൾ സ്പെഷ്യൽ സിറ്റുവേഷൻ ഇൻവെസ്റ്റിംഗ് അല്ലാണ്ട് സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ പറയുന്നതെന്നല്ല. ഇന്ന് ഞാൻ എന്തുകൊണ്ട് സ്പെഷ്യൽ സിറ്റുവേഷൻ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നു വെച്ചാൽ ഇന്നൊരു കോർപ്പറേറ്റ് ആക്ഷനായ ബൈ ബാക്ക് ആണ് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ ബൈ ബാക്ക് എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് ജനറലി മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകർ. കാര്യം പല പ്രേക്ഷകർക്കും അറിയാം, അറിഞ്ഞുകൂടാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതെന്നുള്ള. ഒരു ബിസിനസ് വിചാരിക്കുക, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ബേക്കറി, അതായത് ഒരു 10 പാർട്ട്നേഴ്സ് ചേർന്ന് ഒരു ബേക്കറി ബിസിനസ് തുടങ്ങിയെന്ന് വിചാരിക്കുക. ബിസിനസ് നന്നായിട്ട് പോകുന്നു, ആ ബിസിനസ് നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. പെട്ടെന്ന് എന്തോ കാരണത്താൽ ഈ 10 2 പേർക്ക് ഒരു എക്സിറ്റ് വേണം. ആ 2 പേർക്ക് ഈ എക്സിറ്റ് വേണമെങ്കിൽ സാധാരണ എന്താ ചെയ്യാം? ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനാണ് തീരുമാനിക്കുന്നത് ഈ പാർട്ട്ണർഷിപ്പിൽ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ആണ് തീരുമാനിക്കുന്നത് 2 പേർക്ക് പുറത്തു പോകണമെങ്കിൽ എന്തായിരിക്കാം കാരണം. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറയുന്നത്, അവർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ പുറത്തുള്ള ഒരു ഇൻവെസ്റ്ററിന് കൊടുക്കാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്കി 8 പേരുണ്ടല്ലോ, 10 പേരിൽ 2 പേർക്കാണല്ലോ പുറത്ത്, ആ 8 പേർക്കും കൊടുക്കാം. ആ സിറ്റുവേഷൻ കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ജെനുവിനിറ്റി ഒന്നും നോക്കണ്ട, ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി വിചാരിക്കുക. അതായത് ഇപ്പോൾ പുറത്തുള്ള ഇൻവെസ്റ്റേഴ്സിന് വിൽക്കുകയാണെങ്കിൽ അവർക്കാണ് ബെനിഫിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ 2 പേര് മറ്റുള്ള 8 പേർക്ക് കൊടുക്കുമ്പോൾ ആ 8 പേർക്ക് മാത്രമേ ബെനിഫിറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കമ്പനിക്ക് ടോട്ടലി ബെനിഫിറ്റ് ചെയ്യാനെന്നുള്ള ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ കമ്പനി തന്നെ ഈ ഷെയർ മേടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം എന്താ? 10 പാർട്ട്ണറുള്ള ഒരു ബിസിനസ്, അതിനകത്ത് 2 പേർക്ക് എക്സിറ്റ് ചെയ്യുമ്പോൾ ആ 2 പേരുടെ ഷെയർ കമ്പനി തന്നെ അങ്ങ് തിരിച്ചു മേടിക്കുന്നു. തിരിച്ചു മേടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അന്ന് മുതൽ ആ കമ്പനിയുടെ 10 പാർട്ട്നേഴ്സ് എന്നുള്ളത് കുറഞ്ഞ് 8 മാറുന്നു. കാര്യം 2 പേര് പുറത്തായി. അപ്പം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അതിനകത്ത് കുറഞ്ഞു എന്നുള്ളതാണ്. അതുമാത്രമല്ല, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇനി അതിനകത്തുള്ള പ്രോഫിറ്റ് ഇത്രയും നാൾ 10 പേര് ചേർന്നാണ് ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഇനി 8 പേര് ഷെയർ ചെയ്താൽ മതി. ആ 8 പേര് ഷെയർ ചെയ്യുമ്പോൾ 10 പേര് ഷെയർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റും വാല്യൂവും വെൽത്തും ക്രിയേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ സാധാരണ ഈ പറയുന്ന പോലെ ഒരു ബൈ ബാക്ക് പ്രൊസീജിയറിൽ സാധാരണ സംഭവിക്കുന്ന ഒരു ഇഷ്യൂ എന്നുള്ളത്. അപ്പോൾ ആ ബൈ ബാക്ക് ഓഫ് ഷെയർസ് ആണ് ഈ പറയുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ കോർപ്പറേറ്റ് ആക്ഷൻ നമ്മൾ സ്പോട്ട്ലൈറ്റിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു ബൈ ബാക്ക് വലിയൊരു വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ്? എന്തുകൊണ്ടാണ് കമ്പനികൾ ഒരു ബൈ ബാക്ക് ചെയ്യുന്നത്? അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, മാനേജ്മെൻറ്റ് തന്നെ ബിലീവ് ചെയ്യാണ് അവരുടെ സ്റ്റോക്ക് പ്രൈസ് ഭയങ്കര രീതിയിൽ അണ്ടർ വാല്യൂഡാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ തന്നെ കമ്പനിയുടെ ഷെയർ മേടിക്കുന്നതാണെന്ന് മാനേജ്മെൻറ്റ് തീരുമാനിച്ച് കമ്പനിയുടെ പൈസ ഉപയോഗിച്ച് ഇത്രയും ഷെയർസ് തിരിച്ചു മേടിക്കുന്നു. അതുവഴി എന്താ സംഭവിക്കുന്നത്? ലോവർ ലെവലിൽ കമ്പനിക്ക് ഷെയർ കിട്ടുന്നു, നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കുറയുന്നു. ഇനി ആ സ്റ്റോക്ക് കയറുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കിട്ടുന്നു. അതുകൊണ്ട് കമ്പനി തന്നെ വിചാരിക്കുകയാണ് അവരുടെ ഷെയർസ് അണ്ടർ വാല്യൂഡ് ആണ് എന്നുണ്ടെങ്കിൽ അവരൊരു പക്ഷേ ബൈ ബാക്കിലേക്ക് പോയേക്കാം. രണ്ടാമത്, ഈ കമ്പനി അല്ലെങ്കിൽ ഈ ബിസിനസ് ഒരുപാട് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ക്യാഷ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ ക്യാഷിന് എന്താ പറയുക, ഈ പറയുന്ന പോലെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. പക്ഷേ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട്. അതായത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താ, ഡിവിഡൻഡിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആരാ? ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നവരായിരിക്കും. കമ്പനിയുടെ പൈസ ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് ഇനത്തിൽ കിട്ടുക എന്നുള്ള അതായിരിക്കാം. കൂടുതലും പ്രൊമോട്ടറായിരിക്കാം കിട്ടുക. മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സിന് ചെറിയ എമൗണ്ടൊക്കെ കിട്ടുമെങ്കിലും കമ്പനിയുടെ പൈസ നല്ലൊരു വിഭാഗം ഷെയർ ഹോൾഡേഴ്സിൽ ഈ പറയുന്ന പോലെ മെജോറിറ്റി ഷെയർ ഹോൾഡറായ പ്രൊമോട്ടർ തന്നെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അതൊരു റൈറ്റ് ആയിട്ടുള്ള എത്തിക്കലായിട്ടുള്ള ഒരു പരിപാടി അല്ല എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാണണം എന്നുള്ള. അതുമാത്രമല്ല, ഈ ഡിവിഡൻഡിന് വേറൊരു കുഴപ്പമുണ്ട്. നമ്മൾ ഡിവിഡൻഡ് ആ കമ്പനിയുടെ 100% ഷെയർ ഹോൾഡേഴ്സിനാണ് വിൽക്കണമെങ്കിലും ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് പറയുന്നത് വെച്ചാൽ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യരുത്, നിങ്ങൾക്ക് അത്രയും ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആ കമ്പനിയിൽ തന്നെ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത്
കൂടുതൽ കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്ത് നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ക്യാപിറ്റൽ എംപ്ലോയിഡും ഉണ്ടെങ്കിൽ ആ കപ്പാസിറ്റിയിൽ നല്ല ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് നിങ്ങളുടെ കമ്പനിയുടെ EPS കൂട്ടൂ, ഞങ്ങൾക്ക് ഡിവിഡൻഡ് വേണ്ട എന്ന് പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പറയുക ഒന്നില്ലെങ്കിൽ നിങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ബൈബാക്ക് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിനെ കുറയ്ക്കുക. കാര്യം പ്രോഫിറ്റ് സെയിം തന്നെയാണല്ലോ ബൈബാക്കിന് മുമ്പേയും ബൈബാക്കിന് ശേഷവും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് കുറഞ്ഞാലും ഞങ്ങൾക്ക് വാല്യൂ കിട്ടും. വെറുതെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് ഈ പറയുന്ന പോലെ വലിയൊരു പൈസ അതിൻ്റെ മെജോറിറ്റി ഷെയർ ഹോൾഡറിന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഇത് ചെയ്യരുതെന്നൂടെ പറയുന്നു. പിന്നെ അത് മാത്രമല്ല, ഡിവിഡൻഡിന് വേറൊരു പ്രശ്നമുണ്ട്, ടാക്സിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ടാക്സിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ 2026 മുമ്പേ ഈ പറയുന്ന പോലെ ഈ ബൈബാക്കിൻ്റെ പ്രൊസീഡ്സിനെ ടാക്സ് ചെയ്തിരിക്കുന്നത് എന്താ? ഡിവിഡൻഡ് ടാക്സ് ചെയ്യും പോലെയാണ്. ഡിവിഡൻഡ് എങ്ങനെയാണ് ടാക്സ് ചെയ്യണേ? ഇപ്പോൾ എനിക്കൊരു ഡിവിഡൻഡ് ടാക്സ് ചെയ്യുന്നത് എനിക്ക് ഏത് ടാക്സ് ബ്രാക്കറ്റിലാണ് ഇൻകം ടാക്സ് ഉള്ളത് ആ ബ്രാക്കറ്റിലാണ് എനിക്ക് ഡിവിഡൻഡ് ടാക്സ് ചെയ്യുന്നത്. അപ്പോൾ ഏപ്രിൽ 2026 മുമ്പായിട്ട് ബൈബാക്കുകളെയും ഈ ഡിവിഡൻഡ് പോലെ എൻ്റെ ടാക്സ് ലാബിലിട്ട് ഞാൻ ഹയസ്റ്റ് ടാക്സ് ബ്രാക്കറ്റിലാണെങ്കിൽ അതിനെ ഹയസ്റ്റ് രീതിയിലാണ് ഈ ടാക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഏപ്രിൽ 2026 ശേഷം ബൈബാക്കിന് ഇതേപോലെ ക്യാപിറ്റൽ ഗെയിൻസിലേക്കായി, അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിന് 20%, ലോങ് ടേമിന് 12.5%, പിന്നെ ആദ്യത്തെ ഈ 1.25 lakhs ബെനിഫിറ്റും ഒക്കെ കിട്ടുന്ന രീതിയിലേക്ക് ബൈബാക്ക് ആക്കിയപ്പോൾ കുറച്ചുകൂടി ഡിവിഡൻഡിനെക്കാട്ടിലും ടാക്സ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പൈസ ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതും വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടും EPS അക്രറ്റീവ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ബൈബാക്കായി മാറുന്നു ഡിവിഡൻഡിനെക്കാളും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്കറിയാലോ, ബൈബാക്ക് ചെയ്യുമ്പോൾ അത്രയും ഷെയർസ് കുറയും. ആ ഷെയർസ് കുറയുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഈ വാല്യൂ കൂടും, EPS കൂടും, സ്റ്റോക്ക് അപ്വേർഡ് റീറേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അപ്പോൾ ബൈബാക്ക് എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷറാണ്. അല്ലെങ്കിൽ കമ്പനി തന്നെ, മാനേജ്മെൻറ്റ് തന്നെ ഇൻഡയറക്ട്ലി ഷെയർ ഹോൾഡേഴ്സിനോടും മാർക്കറ്റിലും പറയുന്ന ഒരു കാര്യം എന്താ? നമ്മുടെ സ്റ്റോക്സ് അണ്ടർ വാല്യൂഡ് ആണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ. അപ്പോൾ ഇത്രയും കഥകൾ ബൈബാക്കിൻ്റെ പുറകിൽ ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ബട്ട് എല്ലാ ബൈബാക്കും പ്രോഫിറ്റബിൾ ആണോ, നല്ലതാണോ ആവണമെന്ന് നിർബന്ധമില്ല. ചിലത് നല്ലതാണ്, ചിലത് മോശമാണ് എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ബൈബാക്ക് നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കും. ഒന്ന്, എത്രത്തോളമാണ് ബൈബാക്ക് ചെയ്യുന്നത്, എത്രത്തോളമാണ് ക്യാഷ് പൊസിഷൻ, എത്രത്തോളം ഉണ്ട് കമ്പനിയുടെ ഫോർവേഡ് ബിസിനസ് ഔട്ട്ലുക്ക്, ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻ, മാനേജ്മെൻറ്റിൻ്റെ ഇൻറ്റൻറ്റ് എന്താണ് എന്നൊക്കെ, ഉദ്ദേശം എന്താണെന്നൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മളൊരു ബൈബാക്ക് നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കും. നമ്മളിവിടെ സ്പോട്ട്ലൈറ്റിലേക്ക് ആരുടെ ബൈബാക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ബ്ലൂ ചിപ്പ് കമ്പനിയായ ബജാജ് ഓട്ടോ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസിന് മുമ്പേ 1945 കണ്ടുപിടിച്ച ഒരു കമ്പനിയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? വേൾഡിലെ ലാർജസ്റ്റ് മാനുഫാക്ചർ ഓഫ് 3 വീലേഴ്സ് ആണ്. രണ്ടാമത്, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എക്സ്പോർട്ടിംഗ് കമ്പനീസ് ഇൻ ഇന്ത്യ. അവരുടെ പകുതിയിൽ കൂടുതൽ 50% കൂടുതലും എക്സ്പോർട്ടായിട്ടുള്ള റവന്യൂസാണ് അവർക്ക് കിട്ടുന്നതെന്നുള്ള. അതുമാത്രമല്ല 100 കൺട്രിയിൽ അവരുടെ പ്രോഡക്ട്സ്, 100-ൽ പരം കൺട്രീസിൽ അവരുടെ പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്നു ബജാജ് ഓട്ടോൻ്റെ. അതുമാത്രമല്ല പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡ് അവർ ഓൺ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം മോട്ടോർ സൈക്കിൾ 2 വീലർ ഡിവിഷനിൽ പൾസർ, ഡോമിനാർ, അവഞ്ചർ, അതുകൂടാതെ ചേതക്, ഇതൊക്കെ അവർ ഓൺ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ബജാജ് ഓട്ടോൻ്റെ ബിസിനസ് നോക്കുകയാണെങ്കിൽ അവർ ഓസ്ട്രിയൻ കമ്പനിയായ KTM വേണ്ടിയിട്ട് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നു. മാത്രമല്ല ബ്രിട്ടീഷ് മോട്ടോർ സൈക്കിൾ ബ്രാൻഡായ ട്രയംഫിനും വേണ്ടിയിട്ട് ഇവിടെ മോട്ടോർ സൈക്കിൾസ് മാനുഫാക്ചർ ചെയ്ത് സെല്ല് ചെയ്യുന്നു. അത്രയും വലിയ ഒരു ക്വാളിറ്റി കമ്പനി, പെഡിഗ്രിയുള്ള ലെഗസിയുള്ള ഒരു കമ്പനിയാണ് ബജാജ് ഓട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അതിൻ്റെ ബിസിനസ്സിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ബജാജ് ഓട്ടോൻ്റെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ പ്രിസ്റ്റീൻ ഫിനാൻഷ്യൽസ്. ഒരു ക്വാളിറ്റി ഗ്രേറ്റ് കമ്പനി എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഡെറ്റ് ഫ്രീ ആണ്, മാസീവ് ക്യാഷ് ഉണ്ട്, ഹൈ റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ്, സ്ട്രോങ് ഫ്രീ ക്യാഷ് ഫ്ലോ ആണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന ക്ലാസിക് കമ്പനിയാണ് അത് എന്നുള്ള. ഇന്ന് ബജാജ് ഓട്ടോൻ്റെ മാർക്കറ്റ് പ്രൈസ് ഞാൻ ഇന്നലത്തെ ക്ലോസിംഗ് നോക്കിയപ്പോൾ ഈ പറയുന്ന പോലെ 10,115 ട്രേഡ് ചെയ്യുന്നത്. പൊതുവേ നമ്മൾ അടുത്ത കാലത്ത് വന്ന ബ്രോക്കറേജ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ICICI സെക്യൂരിറ്റീസ് അതിന് പറഞ്ഞിരിക്കുന്ന ബൈ ടാർഗറ്റ് 12,000 rupees. നിർമ്മൽ ബാങ്ക് ബൈ ആണ് പറഞ്ഞിരിക്കുന്നത്, ടാർഗറ്റ് 11,838. HDFC സെക്യൂരിറ്റി ബൈ ആണ് പറഞ്ഞിരിക്കുന്നത്, ടാർഗറ്റ് 10,776. ആക്സിസ് ഡയറക്റ്റ് ബൈ ആണ് പറഞ്ഞിരിക്കുന്നത് 11,410. യെസ് സെക്യൂരിറ്റീസ് ബൈ ആണ് പറഞ്ഞിരിക്കുന്നത് 11,626. ഞാൻ ഈ ബ്രോക്കറേജ് റിപ്പോർട്ടിൻ്റെ പുറകിലല്ല പോകുന്നത്. ബജാജ് ഓട്ടോൻ്റെ അടുത്ത കാലത്തുള്ള കോർപ്പറേറ്റ് ആക്ഷൻ അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് അവരൊരു ബൈ ബാക്ക് പറഞ്ഞു എന്നാണ്. എത്ര രൂപയുടെ ബൈ ബാക്കാണ് പറഞ്ഞത്? അവർ പറഞ്ഞിരിക്കുന്നത് 5,632 കോടി. 5,632 കോടി എന്ന് വെച്ചാൽ അവരുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ബൈ ബാക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നു. എത്ര ഷെയറാണ് അവർ മേടിക്കുന്നത്? 46.94 lakh crore ആണ് അവർ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു മേടിക്കുന്നത് എന്നുള്ള. എത്ര രൂപയ്ക്കാണ്?
ഇന്ന് 10,140 അല്ലെങ്കിൽ ആ രൂപയിലാണ് ട്രേഡ് ചെയ്യണമെങ്കിൽ അവർ ഏതാണ്ട് 20% അടുപ്പിച്ച് 18-19-20% പ്രീമിയം ഇട്ട് 12,000 രൂപ പെർ ഷെയറിനാണ് അവർ ബൈബാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അവിടെ തന്നെ അതായത് നമുക്ക് ആരൊക്കെങ്കിലും ബൈബാക്കിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ടെൻഡർ റൂട്ടാണ്, അതായത് ബജാജ് ഓട്ടോ മാർക്കറ്റിൽ നിന്ന് സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ പർച്ചേസ് അല്ല ചെയ്യുന്നത്. പകരം ഒരു ഡേറ്റ് വെച്ചിട്ട് ആ ഡേറ്റിനുള്ളിൽ ആൾക്കാർ ടെൻഡർ ചെയ്യണ അനുസരിച്ച് എത്ര പേര് ടെൻഡർ ചെയ്തു, എത്രത്തോളം ടെൻഡർ ചെയ്തു എന്നൊക്കെ ഒരു അക്സെപ്റ്റൻസ് റേഷ്യോ ഒക്കെ വെച്ചിട്ടാണ് അവർ ബൈബാക്ക് ചെയ്യുന്നത് എന്നുള്ള. 12,000 രൂപ വരെ അവർ ബൈബാക്ക് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ള. ഈ ബൈബാക്ക് വളരെ അട്രാക്റ്റീവാണ്. കാര്യം ഈ ബൈബാക്കിന് ഈ കമ്പനിയുടെ ബജാജ് ഓട്ടോൻ്റെ 100% ഷെയർ ഹോൾഡേഴ്സിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ലീഗലി അതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ എന്തുകൊണ്ട് ഇതിനെ അട്രാക്റ്റീവ് ആക്കുന്നു? ഇതിൻ്റെ പ്രൊമോട്ടർ ഗ്രൂപ്പിന് ഇതിനകത്ത് 55% ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അവരിതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇമ്മീഡിയറ്റ്ലി 10,100 ഷെയർ 12,000 കൊടുത്ത് നല്ല ഒരു ഭേദപ്പെട്ട ഒരു എമൗണ്ട് അവർക്ക് കളക്ട് ചെയ്യാമായിരുന്നു. അവർ ചെയ്യുന്നില്ല. അവരെന്താ ചെയ്തത്? അവർ മാറി നിൽക്കുന്നു. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യണം? ഒന്ന്, അവർക്ക് ഈൻ്റെ ഷെയർ പ്രൈസിൽ കോൺഫിഡൻസ് ഉണ്ട് മുന്നോട്ട്. ഒന്ന്. രണ്ടാമത്, ഇത് ആർക്കെങ്കിലും ഇമീഡിയറ്റ് ആയിട്ട് ഒരു എക്സിറ്റ് കിട്ടുന്നെങ്കിൽ അത് സ്മോൾ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടിക്കോട്ടെ. ഒരു 20% റിട്ടേൺ ഇമീഡിയറ്റ്ലി കിട്ടും. 10,100 പെട്ടെന്ന് 12,000 സെല് ചെയ്യുമ്പോൾ ഒരു 16, 17, 18, 19% റിട്ടേൺ കിട്ടുന്നു. അത് അവർക്ക് കിട്ടിക്കോട്ടെ എന്നുള്ളത്. ഇവിടെയാണ് ഞാൻ ബജാജ് പോലത്തെ മാനേജ്മെൻറ്റ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്. TCSലെ ടാറ്റ സൺസ് ഇങ്ങനെ ചെയ്യാറില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചു എന്നുള്ള. അതായത് TCS ഇതൊന്ന് റൂത്ത്ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ബജാജ് ഓട്ടോ അങ്ങനെയല്ല. ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആണ് 24 ജൂൺ 2026 ആയിരുന്നു. അതായത് 23 ജൂൺ വരെ ഹോൾഡ് ചെയ്യുന്നവർക്കാണ് ഈ പറയുന്ന പോലെ ബൈബാക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഇതിൻ്റെ ടെൻഡറിങ് വിൻഡോ ഓപ്പൺ ചെയ്യുന്നത്. 1 ജൂലൈ 2026 മുതൽ 7 ജൂലൈ 2026 വരെ ആയിരുന്നു. അതായത് ഇതൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്നാണ് ഇതിൻ്റെ അക്സെപ്റ്റ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്ത് എന്നാണ് ഇതിൻ്റെ ബിഡൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യുന്നത്? 14 ജൂലൈ 2026. അപ്പോൾ 14 ജൂലൈ എന്നുള്ളത് പ്രേക്ഷകരൊന്ന് മനസ്സിൽ വെക്കേണ്ട ഡേറ്റ് ആണ് എന്നുള്ളത്. ഞാൻ ഇതിനകത്ത് അക്സെപ്റ്റൻസ് റേഷ്യോ എങ്ങനെയാണ് ഇത് കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല. കാര്യം അതിനുള്ള സമയമില്ല. അതുപോലെ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് അതുമല്ല എന്നുള്ള. ഇന്ന് എന്തുകൊണ്ടാണ് ബജാജ് ഓട്ടോൻ്റെ ബൈബാക്ക് നമ്മൾ സ്പോട്ട് ലൈറ്റിൽ ഉണ്ടാക്കിയത്? നമ്മൾ പറഞ്ഞു 5,632 കോടിയുടെ ലാർജസ്റ്റ് ഇൻ ഹിസ്റ്ററി ബജാജ് ഓട്ടോൻ്റെ ആണ് അവർ ചെയ്യുന്നത് എന്നുള്ള. നമുക്ക് ഇവരുടെ ഇതിന് മുമ്പേ ഉള്ള ബൈബാക്കുകൾ നോക്കാം. 2022 ഇവരുടെ ബൈബാക്ക് ഒരെണ്ണം ചെയ്തിരുന്നു. 2020 ലാസ്റ്റ് 5 കൊല്ലത്തെ ബൈബാക്ക്. അവിടെ അവർ 2,500 കോടിക്കാണ് അവർ 2022 ബൈബാക്ക് ചെയ്ത്. എത്ര രൂപയാണെന്നറിയോ? അന്ന് മാർക്കറ്റിൽ ഇതിൻ്റെ പ്രൈസ് 3,700 മുതൽ 3,900 റുപ്പീസ് പെർ ഷെയറിൽ ട്രേഡ് ചെയ്യുന്ന സമയത്താണ് അവർ 2,500 കോടിയുടെ ബൈബാക്ക് പറഞ്ഞത്. അന്ന് ബൈബാക്ക് അവർ പ്രീമിയത്തിലാണ് വെച്ച്. ഷെയർ ഏതാണ്ട് 4,000 റുപ്യയ്ക്ക് അടുപ്പിച്ച് 3,900 ട്രേഡ് ചെയ്യണമെങ്കിലും അന്ന് അവർ ബൈബാക്ക് പ്രൈസ് പറഞ്ഞത് 4,600 റുപ്യ പെർ ഷെയറിനാണെന്നുള്ള. അതായത് ഇമീഡിയറ്റ്ലി തന്നെ ഈ പറയുന്ന പോലെ ഒരു ടെൻഡർ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം കിട്ടിയത്. പക്ഷേ അത് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഇന്ന് ഇവിടെ നിന്ന് ആ ടെൻഡറിൽ പങ്കെടുക്കാതെ ഇന്നും ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ആ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ മാനേജ്മെൻറ്റ് അവരുടെ കോൺഫിഡൻസ് ആണ് എക്സ്പ്രസ് ചെയ്യണമെന്നത്. ഇന്ന് അത് നോക്കുമ്പോൾ ഏതാണ്ട് 160, 170, 200% ആ ബൈബാക്കിൽ ടെൻഡർ ചെയ്യാത്തവർക്ക് കിട്ടിയനേ എന്നുള്ളത് ഹിസ്റ്ററി നമ്മുടെ മുന്നിൽ പറയുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർ 2024 വേറൊരു ബൈബാക്ക് പറഞ്ഞു. അന്ന് അവരുടെ ബൈബാക്ക് സൈസ് വീണ്ടും 2,500 കോടിക്ക് തന്നെ ആയിരുന്നു. എത്രയായിരുന്നു എന്നറിയോ അവരുടെ ബൈബാക്ക്? അന്ന് ഷെയർ ട്രേഡ് ചെയ്തിരുന്നത് ഏതാണ്ട് 7,000 രൂപ അല്ലെങ്കിൽ 7,200 രൂപയ്ക്കായിരുന്നു മാർക്കറ്റ് പ്രൈസ് ഒരു ഷെയറിൻ്റെ വില. അവർ അന്നും ഈ പറഞ്ഞ പോലെ ബൈബാക്ക് ഏതാണ്ട് 10,000 റുപ്പീസ് പെർ ഷെയറിന് എങ്ങാണ്ടാണ് അവർ ബൈബാക്ക് പറഞ്ഞത്. അവിടെയും നമ്മൾ ബൈബാക്കിന് ടെൻഡർ ചെയ്യാതെ നിന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ ബൈബാക്കിൽ പങ്കെടുത്തില്ല, പക്ഷേ മാനേജ്മെൻറ്റ് കോൺഫിഡൻസ് നമ്മൾ ഉള്ളിലോട്ടെടുത്ത് പിന്നെ അങ്ങോട്ടൊരു വെൽത്ത് ക്രിയേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ് നമ്മൾ നിന്നിരുന്നെങ്കിൽ ആ പ്രൈസിൽ നിന്നും ഇതിൻ്റെ പീക്കിലേക്ക് പോയ 12,400 ഇതിൻ്റെ പീക്ക് പോയി. ആ സമയത്ത് നിങ്ങൾ ഏതാണ്ട് 72 തൊട്ട് 74% വരെ ഒരു റിട്ടേൺ ഉണ്ടാക്കിയേനെ. അപ്പോൾ ഹിസ്റ്ററി തെളിയിക്കുന്ന കാര്യം എന്താ? പ്രീവിയസ് ബൈബാക്സ് വാസ് എ വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റി ഫോർ ബജാജ് ഓട്ടോ ഷെയർ ഹോൾഡേഴ്സ് who didn't tender shares. ടെൻഡർ ചെയ്തവർക്ക് ഇമീഡിയറ്റ്ലി 16, 17, 18, 20% കിട്ടി. ഇല്ലാത്തവർക്ക് വലിയൊരു വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നുള്ള. നമ്മൾ ഇപ്രാവശ്യത്തെ 2026 ബൈബാക്കിനോട് ചോദിക്കുന്ന ചോദ്യം വിൽ വി ബി തേർഡ് ടൈം ലക്കി എന്നുള്ളതാണ്. അതായത് ഹിസ്റ്ററി ഡു നോട്ട് റിപ്പീറ്റ് ബട്ട് ഇറ്റ് റൈംസ് എന്നുള്ള രീതിയിലും കൂടെ നമ്മളൊന്നും മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പോൾ ഇവരെ ബൈബാക്ക് ഹിസ്റ്ററി കാണിക്കുന്നത്
ആ ബൈബാക്കിൽ പങ്കെടുക്കാതെ മാനേജ്മെൻറ്റിൻ്റെ കോൺഫിഡൻസും കൺവിക്ഷനും പോലെ അവരതേപോലെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മളും ഹോൾഡ് ചെയ്താൽ അതിലൊരു വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബട്ട് ഇപ്പോഴും എപ്പോഴത്തെ പോലെ വലിയൊരു വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റി ആവണമെന്നില്ല, ബട്ട് ഹിസ്റ്ററി തെളിയിക്കുന്നത് ആണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാവേണ്ടത് എന്നുള്ളത്. ബട്ട് ഈ പറയുന്ന പോലെ ഒരു മാനേജ്മെൻറ്റ് വന്ന് ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു റെക്കമെൻഡേഷനെ ഇഗ്നോർ ചെയ്യുന്നത് ശരിയല്ല. കാരണം എന്താ, ഷെയറിൻ്റെ നമ്പേഴ്സ് റെഡ്യൂസ് ചെയ്യുന്നുള്ളത് മാത്രമല്ല, ഇതേപോലെ EPSും ഇൻക്രീസ് ചെയ്യും, റീറേറ്റിംഗ് ഓഫ് സ്റ്റോക്കിനും ഉണ്ടാക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിക്കാം. പീറ്റർ ലിഞ്ച് എന്ന് പറയുന്ന വലിയൊരു ഫണ്ട് മാനേജർ ഉണ്ട്, മെഗലൻ ഫണ്ടിൻ്റെ, വളരെ ഫേമസ്, വൺ അപ്പോൺ ദ വാൾ സ്ട്രീറ്റ് ഒക്കെ ബുക്ക് എഴുതിയ അദ്ദേഹമാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ബൈയിങ് ബാക്ക് സ്റ്റോക്ക് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് തിങ്സ് എ കമ്പനി ക്യാൻ ഡു ഫോർ ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ബൈബാക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ സിറ്റുവേഷൻ ഇൻവെസ്റ്റിംഗ് പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് സ്പോട്ട്ലൈറ്റ് ഉപയോഗിച്ചത്. ഇതൊരു റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ അല്ല, ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും ഇത് കയറുമെന്നല്ല, ബട്ട് ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി പലർക്കും ഗുണകരമായിട്ടുണ്ട്. ഇപ്പോഴും ആവണമെന്നറിയില്ല. എനിക്ക് ഇതിൽ ഹോൾഡിംഗ് ഇല്ല, തോമസിനും ഇതിനകത്ത് ഹോൾഡിംഗ് ഇല്ല. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ ശിക്ഷണത്തിലും നിരീക്ഷണത്തിലും മാത്രം ചെയ്യുക. ഓട്ട് യു തോമസ്. സൂര്യ സാർ, അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് അവേഴ്സ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. പ്രേക്ഷകർ ശ്രദ്ധയ്ക്ക് ഇന്നിവർ ചർച്ച ചെയ്ത സ്റ്റോക്കുകളും സെക്ടറുകളും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റർഡ് അനലിസ്റ്റിന്റെ സഹായം തേടുക. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. Opening Hours with MyFin. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.